കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം അത്യന്തം വേദനയുണ്ടാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ആരായാലും മാപ്പർഹിക്കാത്ത കുറ്റമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഡോക്ടർ MK റാമിന്റെ ക്ലിനിക് DYFI പൂട്ടിച്ചു. പ്രതിഷേധിക്കുന്നവരെ നിരീക്ഷിക്കാൻ മാനേജ്മെന്റ് അധികൃതർ ആളെ വെച്ചെന്ന വെളിപ്പെടുത്തലുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തി. നിതിൻ രാജിന്റെ മരണത്തിന് പിന്നാലെ പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. നിതിൻ രാജിന്റെ മരണം അത്യന്തം വേദനയുണ്ടാക്കുന്നതാണ്. പുരോഗമന കേരളത്തിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത വാർത്തകളാണ് മരണവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ആരായാലും മാപ്പർഹിക്കാത്ത കുറ്റമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം സമരം നിരീക്ഷിക്കാൻ മാനേജ്മെന്റ് ആളെ വെച്ചെന്ന ഗുരുതര വെളിപ്പെടുത്തൽ ഇന്ന് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇവിടുന്ന് ഒരാളെ വെച്ചിട്ടുണ്ടായിരുന്നു. ഏതൊരു മാം പറഞ്ഞിട്ട് ആള് നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. നമ്മളുടെ ഒരാളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരാളുടെ ഫോട്ടോ, ആളുടെ ഫോട്ടോ നമ്മൾ സംസാരിച്ചതിന്റെ പേരിൽ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനിടെ അധ്യാപകനായ ഡോക്ടർ MK റാമിന്റെ കണ്ണൂർ ചിറക്കുനിയിലെ ക്ലിനിക്ക് DYFI പ്രവർത്തകർ പൂട്ടിച്ചു. ക്ലിനിക്ക് താഴിട്ട് പൂട്ടിയ ശേഷം അംബേദ്കർ ചിത്രവും സ്ഥാപിച്ചു. കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് VM സുധീരൻ. അതിന് ഉത്തരവാദികളായ അധ്യാപകർ, അവരെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ട കോളേജ് ഭരണ സംവിധാനം, ഇതെല്ലാം സമൂഹത്തിൻ്റെ മുന്നിൽ ചോദ്യം ഉയർത്തുകയാണ്. ഏതായാലും പഴുതടച്ചുകൊണ്ടുള്ള അന്വേഷണം അനിവാര്യമായിരിക്കുന്നു. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് OBC മോർച്ച കൊല്ലത്ത് പ്രതിഷേധ മാർച്ച് നടത്തി. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.